ചേരുന്നുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്തായാലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തുമുള്ളത്. ജയത്തെക്കുറിച്ചല്ല, ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ചയെന്നും ജമാഅത്തെ ഇസ്ലാമി വിവാദമെല്ലാം LDF ഉണ്ടാക്കിയതാണെന്നുമാണ് ആര്യാടൻ ഷൗക്കത്ത് ഈ ദിവസം ന്യൂസ് 18നോട് പറഞ്ഞത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് നമ്മോടൊപ്പം ചേരുന്നത്. മണിക്കൂറുകൾ മാത്രമാണ് ഇനി പ്രചരണത്തിന് ബാക്കിയുള്ളത്. എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? നല്ല ആത്മവിശ്വാസം ഓരോ പ്രാവശ്യം ജയം എന്നതല്ല, നമ്മുടെ ഭൂരിപക്ഷം നല്ല രൂപത്തിലൊരു ഭൂരിപക്ഷം ഉണ്ടാവും. അതിൻ്റെ ഒരു വലിയ പോസിറ്റീവ് വൈബ് എല്ലാ വിഭാഗം ജനങ്ങളെടുത്തും ലഭിക്കുന്നുണ്ട്. സോഷ്യൽ ഗ്രൂപ്പിലാവട്ടെ, അതല്ലെങ്കിൽ മറ്റു വ്യാപാരികളാവട്ടെ, മറ്റു സംഘടനകളാവട്ടെ, അവരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്താണ് ഇത്തവണ മുഖ്യ വിഷയമായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുക, ഉൾക്കൊള്ളുക എന്നാണ്? ജനങ്ങൾ ഇന്ന് നിലമ്പൂർ മലയോര കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നിലമ്പൂരിൻ്റെ വികസന മുരടിപ്പ്, മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ ഈ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ അനുഭവിക്കുന്ന ദുസ്ഥിതി, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് വിഷയങ്ങൾ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണത്. ആദ്യത്തെ സ്ഥാനാർത്ഥി വിഷയം മുതൽ അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമി വിഷയം, ഇസ്രായേൽ യുദ്ധം വരെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ജനങ്ങളെ ഒരു തരത്തിൽ സ്വാധീനിക്കില്ല? എല്ലാം സ്വാധീനിക്കും, എല്ലാ കാര്യങ്ങളും സ്വാധീനിക്കും. പക്ഷേ ഇത്തരം ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് വഴിമാറാൻ വേണ്ടി ചില ബോധപൂർവമായ വിവാദങ്ങൾ ഉണ്ടാക്കാൻ LDF ശ്രമിച്ചു. അതിനൊന്നും ജനം ചെവി കൊടുത്തിട്ടില്ല. ഏറ്റവും അധികം സ്ഥാനാർത്ഥി പര്യടനം നടത്താൻ കൂടി കഴിഞ്ഞല്ലോ. എങ്ങനെയാണ്, ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കൂടുതൽ വോട്ടുകൾ? ഞാൻ നിലമ്പൂരിൻ്റെ എല്ലാ നൂക്ക് ആൻഡ് കോർണർ ആളുകളെ സ്ഥാനാർത്ഥി പര്യടന കാലത്തും പരമാവധി നേരിട്ട് കാണാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥാനാർത്ഥി പര്യടനം കുറച്ചും കൂടി വിപുലമായിരുന്നു. ഓരോ പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലും പോയിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥി പര്യടനം നടത്തിയിട്ടുള്ളത്. അവരൊക്കെ ഈ കോരിച്ചൊരിയുന്ന മഴയത്തും നൂറുകണക്കിന് ആളുകൾ മഴ കൊണ്ട് കാത്തു നിൽക്കുക, വളരെ വൈകി എത്തുന്നു. അപ്പോൾ അതൊക്കെ ഒരു കാലത്തും കാണാത്ത രൂപത്തിലുള്ള ഒരു വലിയ പോസിറ്റീവ് വൈബ്. മാത്രമല്ല ഈ മഴക്കാലത്തൊന്നും നമ്മൾ ഇത്തരം ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് തന്നെ മഴക്കാലത്തൊക്കെ ചിലപ്പോൾ ഇറങ്ങാൻ മടിയല്ലേ. പക്ഷെ അതൊന്നുമല്ല, നിലമ്പൂരിലെ ഈ മഴക്കാലം തെരഞ്ഞെടുപ്പിനെ ഒരിക്കലും ബാധിച്ചിട്ടില്ല എന്നതും കൂടിയാണ് കാണിക്കുന്നത്. UDFിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത് കണ്ടിരുന്നു. ആദ്യത്തെ ദിവസങ്ങൾ മുതൽ തന്നെ പ്രതിപക്ഷ നേതാവാവട്ടെ, അതേപോലെ തന്നെ KPC പ്രസിഡന്റ് ആവട്ടെ, ലീഗ് നേതൃത്വം ഒക്കെ നിൽക്കും. ഇതൊക്കെ നിലമ്പൂരിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല, അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി കണ്ടിട്ടാണല്ലോ. എങ്ങനെയാണ് പ്രതീക്ഷിച്ചത്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വിധി 2026 പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ, ഇനി ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന് ജനം തീരുമാനിച്ചു, വരരുത് എന്ന് ജനം തീരുമാനിച്ചുറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിൻ്റെ കൃത്യമായ ഒരു മുന്നറിയിപ്പ്, ഒരു കേളികൊട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും കാണുന്നത്. ഈ ജമാഅത്തെ വിവാദമൊക്കെ ഏതെങ്കിലും തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, വിവാദങ്ങളൊക്കെ ആരുണ്ടാക്കുന്നതാണ്? വിവാദമാകുന്നത് അവർ തന്നെ വിവാദമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഈ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ കഴിഞ്ഞ കാലത്തൊക്കെ സഹായിച്ചു, അത് ഇടതുപക്ഷവും സമ്മതിച്ചു, ജമാഅത്തെ ഇസ്ലാമി സമ്മതിച്ചു. ഇടതുപക്ഷത്തെ സഹായിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പുരോഗമന പ്രസ്ഥാനവും, അതേസമയം UDFനെ സഹായിക്കുമ്പോൾ അത് പിന്തിരിപ്പനും ഭീകരവാദ സംഘടനയൊക്കെ ആയി മാറുന്ന, ഇതൊക്കെ ജനങ്ങൾക്കറിയാവുന്നതല്ലേ. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഒരു വോട്ട് പോലും ഭിന്നിപ്പിക്കില്ല എന്ന് പറയുമ്പോഴും സ്വരാജിന്റെ സന്ദർശനത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. പക്ഷേ അത് കോൺഗ്രസിൽ ഭിന്നത ഉണ്ടാക്കില്ല എന്ന് തന്നെ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. പ്രജിത് കുമാറിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. CV അനുമോദ്, നിലമ്പൂരിൽ നിന്ന് അനുമോദ്, 23 ദിവസത്തെ പ്രചാരണം കഴിഞ്ഞു. ഇന്നിനി ഒറ്റ പകൽ മാത്രമേ ബാക്കിയുള്ളൂ. രാവിലെ തന്നെ നല്ല മഴയുണ്ട്. ആത്മവിശ്വാസം ആ മഴയിൽ എത്രത്തോളം ശക്തമാവുന്നുണ്ട് UDF ക്യാമ്പ്? ഒപ്പം നമുക്ക് അറിയേണ്ടത് അപ്പുറത്ത് PV അൻവറിൻ്റെ പ്ലാൻ എന്താണെന്ന് അറിയണം എന്നുണ്ട്. കാരണം യൂസഫ് പട്ടാനൊക്കെ വന്ന ആവേശത്തിലായെങ്കിലും ഒരു കൊട്ടിക്കലാശത്തിനൊന്നും ഇല്ല, ഞാൻ വഴിമാറി നടക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. അവസാന ദിവസത്തെ ആലോചനകളും പദ്ധതികളും അവിടുത്തെ ആവേശവും ഒക്കെ എങ്ങനെയാണ്? ശ്രീജ, 23 ദിവസത്തെ പ്രചരണം അവസാനിക്കുമ്പോൾ എല്ലാ മുന്നണികളും അവരുടെ ശക്തി തെളിയിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രചരണം അവസാനിപ്പിക്കാൻ തന്നെയാണ് ശ്രമിക്കുക. LDFും UDFും അതുപോലെ തന്നെ NDAയും PV അൻവറും ഒക്കെ ഇതിന് ഒരുങ്ങിയിട്ടുണ്ട്. PV അൻവർ കൊട്ടിക്കലാശത്തിനില്ല എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ എഴുതുകയാണെങ്കിൽ തന്നെയും
അദ്ദേഹത്തിൻ്റെ അണികളൊക്കെ വലിയ ആവശ്യത്തിൽ തന്നെയാണ്. നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലാണ് അവരുടെ കൊട്ടിക്കലാശം നിശ്ചയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഏറ്റവും അധികം DJ വാഹനങ്ങളൊക്കെ ഇറക്കി നിലമ്പൂരിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന ശൈലിയായിരുന്നു അൻവർ സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ആവേശത്തിലേക്ക് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പരമകുടിയിൽ എത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഏറ്റവും അധികം ഇവിടെ ചർച്ചയാവുന്ന വിഷയം എന്ത് എന്ന ചോദ്യത്തിന് PV അൻവർ എന്ന തരത്തിൽ തന്നെ കാണണം. അൻവർ നേടുന്ന വോട്ടുകളാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുക, അല്ലെങ്കിൽ ഫലത്തെ നിർണായകമാക്കുക. അൻവർ രണ്ടാമതെത്തും മൂന്നാമതെത്തും എന്ന ചോദ്യം വരെ ഉയരുന്നുണ്ടെങ്കിൽ പോലും അൻവർ പിടിക്കുന്ന വോട്ടുകൾ അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിശ്ചയിക്കുക. അൻവർ 10,000-ന്റെ മുകളിലേക്ക് വോട്ട് പിടിച്ചാൽ അവിടെ LDF ഒരുപക്ഷെ ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അൻവർ രണ്ട് മുന്നണികളിലും അൻവറിന് കൃത്യമായ വോട്ട് ബാങ്കുണ്ട്, അൻവറിന്റെ സ്ലീപ്പർ സെല്ലുകളുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ വോട്ടുകൾ അത് മറ്റെവിടെയും പോകാതെ കൃത്യമായി കത്തിൻ്റെ അടയാളത്തിൽ തന്നെ വീഴുമെന്ന് അൻവർ വിശ്വസിക്കുന്നു. അൻവർ ഏറ്റവും അവസാനമാണ് പ്രചരണത്തിന് ഇറങ്ങിയത്. ആദ്യത്തെ കുറേ ദിവസങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രചരണം എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. ഓരോ മേഖലകൾ അദ്ദേഹം പറഞ്ഞാൽ പോലും അവിടെ എത്തിപ്പെടുമ്പോഴേക്കും അദ്ദേഹം അവിടുന്ന് മാറിയിരിക്കും. സ്വാഭാവികമായിട്ടും പല കൂടിക്കാഴ്ചകളാണ്, അത് മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കേണ്ടതല്ല എന്നതുകൊണ്ട് തന്നെ അൻവർ അത്തരത്തിലുള്ള പ്രചരണമായിരുന്നു ആദ്യ ഘട്ടത്തിലൊക്കെ നടത്തിയിരുന്നത്. അവസാന 2 ദിവസമാണ് അൻവറിൻ്റെ പ്രചരണം അത്തരത്തിൽ ഷെഡ്യൂൾ ചെയ്ത് മറ്റു മുന്നണികൾക്ക് നിശ്ചയിക്കുന്ന പോലെ ഷെഡ്യൂൾ ചെയ്ത തരത്തിലേക്ക് മാറി തുടങ്ങിയത്. എന്താണെങ്കിലും ഇന്നലെ അദ്ദേഹം വാഹന പ്രചരണമായിരുന്നു നിലമ്പൂരിലും, അതുപോലെ തന്നെ പോത്തുകലിലും വരുന്ന വാഹന പ്രചരണം. ഇന്ന് അദ്ദേഹം 10:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്താണ് ഇന്നിനി പറയാനുള്ള കാര്യമെന്നുള്ളത് അറിയുന്നത്. സ്വാഭാവികമായിട്ടും എന്തോ ഒരു ബോംബ് പൊട്ടിക്കാനുണ്ട് എന്നാണ് അൻവറിൻ്റെ ഒപ്പമുള്ളവരൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും വിഷയമാകും, തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ട എന്തെങ്കിലും വിഷയമായിരിക്കും. അൻവറിൻ്റെ നമുക്ക് അപ്രതീക്ഷിതമാണ് അൻവറിൻ്റെ നീക്കങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും പറയുക എന്നുള്ളതിന് ഒരു സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നല്ല മഴ ഇവിടെ പെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇതെങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തെ കൊട്ടിക്കാശ് ബാധിക്കുമെന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട്. എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് അതിൽ പാർട്ടി ചിഹ്നം പതിപ്പിച്ചുകൊണ്ടാണ് ബൈക്കിലൊക്കെ ഇതൊരു പ്രചരണത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവസാനത്തെ ഒരു മണിക്കൂറുകളിൽ മഴയൊന്നും ഒരു പ്രശ്നമല്ലാതെ എല്ലാ മുന്നണികളും ഒരേപോലെ ആവേശത്തോടെ ഈ കൊട്ടിക്കലാശത്തെ ഏറ്റവും ആവേശത്തിൻ്റെ പരമകുടിയിൽ എത്തിച്ചുകൊണ്ട് അവസാനിപ്പിക്കുമെന്ന് വേണം കരുതുവാൻ. വളരെ വിഷയങ്ങൾ ചർച്ച ചെയ്തൊരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ വിധി നിർണ്ണയിക്കുക ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണോ അതോ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ വിവാദങ്ങളാണോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ 23 ദിവസം നീണ്ട പ്രചാരണ കോലാഹലങ്ങൾക്ക് ഇന്ന് കൊട്ടിക്കലാശമാവുകയാണ്. ആവേശത്തോടെ ഈ ദിവസം ഏറ്റവും പരമാവധി ശക്തി തെളിയിക്കാൻ, മറ്റുള്ളവർക്ക് മുന്നിൽ ആ ശക്തി ഉണ്ട് എന്ന് ഉറക്കെ പറയാനുള്ള ശ്രമമാണ് ഇന്നത്തെ കൊട്ടിക്കലാശത്തിൽ എല്ലാ മുന്നണികളും ശ്രമിക്കുന്നത്. അതിൽ നിന്ന് അല്പം മാറി നടക്കാനാണ് PV അൻവർ തീരുമാനിച്ചിട്ടുള്ളത് എന്നതാണ് സൂചനകൾ. ഇനി അവസാന നിമിഷം അൻവറാണ് പ്ലാനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നതൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് നിലമ്പൂരിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം.